ഡേ ടു ഡേ ക്ലിനിക്കൽ പ്രാക്ടീസിൽ സാധാരണയായിട്ടുള്ള ഒരു കംപ്ലൈൻ്റാണ് ലേഡീസിൻ്റെത്. മുടി കൊഴിച്ചിലുണ്ട്, മുടിയുടെ വോളിയം പോയി എന്ന രീതിയിലുള്ളത്. ഇന്ന് ഞാൻ പറയുന്നത് ലേഡീസിലുള്ള സ്ത്രീകളിലുള്ള മുടി കൊഴിച്ചിൽ, മുടിയുടെ തിക്നെസ് കുറവ് എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് റിസ്മി, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനാണ്. ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്, അതർവൈസ് സ്ത്രീകളിലുള്ള മുടി കട്ടി കുറയുക, തിന്നിങ് ഉണ്ടാവുക, ഏത് രീതിയിൽ കഷണ്ടി എന്ന രീതിയിൽ തന്നെ പറയാം. ലേറ്റർ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ അത് മെയിൽ പാറ്റേൺ ഹെയർ ലോസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആണുങ്ങളിൽ ഏത് രീതിയിലാണ് മുടി പൊഴിയുന്നത്, അതല്ലെങ്കിൽ മുടി കട്ടി കുറയുന്നത്. കാരണം ആൾക്കാരുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ മുടി നമ്മൾ കാണുന്നതാണല്ലേ നമ്മൾ പറയാൻ. എൻ്റെ മുടി കുറേ നിലത്ത് പോകുന്നുണ്ട്, ഇപ്പോൾ നോക്കുമ്പോൾ പണ്ടുള്ള ഒരു വോള്യം മുടിക്ക് വരുന്നില്ല, അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാത്ത രീതിയിൽ മുടി പൊഴിയുന്നുണ്ട്, വോള്യം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് ഞാനത് പറയാം. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളിലുള്ള ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്, അതായത് മുടി കട്ടി കുറഞ്ഞ് വോള്യം ഇല്ലാതായി തലയോട്ടി കാണുന്ന രീതിയിലുള്ളൊരു പ്രതിഭാസം, ഇതിനെക്കുറിച്ചാണ്. ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ റൂട്ട് ഓരോ ജനറേഷൻ കഴിയുന്നതിനനുസരിച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ കട്ടി കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. കാരണം അവിടേക്കുള്ള രക്തോട്ടം കുറയുന്നതിൻ്റെ ഭാഗമായിട്ട്. അത് പല കാരണങ്ങളുണ്ട്. അതിൽ ഹോർമോണൽ ഇൻഫ്ലുവൻസ് വലിയൊരു കാരണമാണ്. ഹോർമോണൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേകിച്ചിട്ട് ഹോർമോണൽ അസുഖം ഉണ്ടാവണമെന്നുമില്ല. അതേസമയം PCOD പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന രീതിയിലുള്ള PCOS എന്ന് പറയുന്ന രീതിയിലുള്ള അസുഖമുള്ളവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുകയും ഈ രീതിയിലുള്ള കുറവുണ്ടാവുകയും ചെയ്യാം. അതല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി, നമ്മുടെ ഭക്ഷണ രീതിയുടെ ഭാഗമായി, വ്യായാമം ഇല്ലായ്മ, എക്സസൈസ് ഇല്ലാത്തതിൻ്റെ ഭാഗമായി ആ ഒരു ഹോർമോൺ റെസിസ്റ്റൻസ്, നമ്മുടെ ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബ്ലഡിലുള്ള മെയിൽ പാറ്റേൺ ടൈപ്പ് ഹോർമോൺസുകൾ തന്നെ, ടെസ്റ്റോസ്റ്ററോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡൈഹൈഡ്രോ എപ്പിയാൻഡോസ്റ്ററോൺ അതുപോലുള്ള കുറച്ച് ഹോർമോൺസുകൾ ലേഡീസിലുണ്ടാവാം. അഡ്രിനൽ കോർട്ടക്സ് ഉണ്ടാക്കുന്നത്, ടെസ്റ്റിസ് ഇല്ലല്ലോ ലേഡീസിൽ. അഡ്രിനൽ കോർട്ടക്സിൽ നിന്നും ഓവറിയിൽ നിന്ന് തന്നെ ചില ഹോർമോൺസുകൾ മെയിൽ പാറ്റേൺ രീതിയിലേക്കുള്ള ചേഞ്ചസ് കൊണ്ടുവരാറുണ്ട്. മെയിൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണ് നമ്മൾ സാധാരണ കഷണ്ടി എന്ന് പറയല്, സ്ത്രീകളിൽ അങ്ങനെ സാധാരണ പറയാറില്ല. അപ്പോൾ അതുപോലെയുള്ള രീതിയിലുള്ള മുടിയുടെ ഒരു ആരോഗ്യം, അതായത് മുടിയുടെ റൂട്ടിൻ്റെ കട്ടിപ്പിനെ കുറച്ച് കൊണ്ടുവരുന്ന രീതിയിൽ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊക്കെ നമ്മളെ സ്കിന്നിൽ, ഹെയർ റൂട്ടിൽ ഈ മുടി തിന്നാവുന്നതിനുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ വെറും ഹോർമോൺ ചേഞ്ചസ് മാത്രമല്ല, ഈ രീതിയിലുള്ള ഭക്ഷണത്തിലുള്ള ചേഞ്ചസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, കൂടുതൽ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ അമേരിക്കൻ സ്റ്റൈലിലേക്ക് പോയി, സാധാരണ നമ്മൾ ഭക്ഷണ രീതിയിൽ നിന്ന് മാറി, സ്ട്രെസ്സ് വന്നു, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വന്നു, കൂടുതലായിട്ട് നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എല്ലാം നമുക്ക് കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിലേക്ക് വന്നു. വീട്ടിലുള്ള അടിച്ചുവാരൽ, അതിൻ്റെ റോബോട്ടിക് വാക്യൂം ക്ലീനേഴ്സ് വന്നു. അതുപോലുള്ള എല്ലാം വന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ നമ്മുടെ ആ ഒരു ബോഡിയിലുള്ള വ്യായാമക്കുറവിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പല ചേഞ്ചസും നമ്മളെ ബ്ലഡിലും നമ്മുടെ ശരീരത്തിലും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഈ ഹോർമോൺ ആക്ഷൻ കൂടുതലായിട്ട് ബ്ലഡിൽ ഹോർമോണിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എൻഡ് ഓർഗനിൽ അത് ആ ഒരു ഭാഗത്ത്, മുടിയുടെ ഭാഗത്ത് മാത്രം അതിൻ്റെ ആക്ഷൻ കുറച്ച് കൂടുന്ന രീതിയിൽ, ചെറിയ രീതിയിൽ മാത്രമേ ബ്ലഡിൽ ഉണ്ടാവുകയുള്ളൂ, പക്ഷേ അവൻ്റെ ആക്ഷൻ കുറച്ച് കൂടുതൽ രീതിയിലേക്ക് മാറുന്നതുണ്ടാവുകയും ഈ മുടി കട്ടി കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും റൂട്ട് കട്ടി കുറഞ്ഞ് വരികയും ആ റൂട്ട് ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും. ഈ ഒരു ലേഡീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ നിന്ന് വന്നിട്ടാണ് വന്നത്. കാരണം അവർക്കൊരു ജൂലൈ മാസത്തിൽ, ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്, ജൂലൈ മാസത്തിൽ അവർക്ക് ഒരു പനി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പ്രസവിച്ചിട്ട് 4ാമത്തെ മാസം മുടി പോകുന്ന പോലെ പനി വന്നിട്ട് 4ാമത്തെ മാസം മുടി പോകുന്ന രീതിയിലാണ് വന്നത്. ഞാൻ നോക്കുമ്പോൾ അവർക്ക് മുടി കൊഴിച്ചിലുണ്ട്, വലിച്ചപ്പോൾ മുടി നല്ലോണം വരുന്നുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ സ്കാൽപ്പ് കാണാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മുമ്പ് PCODൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു മുമ്പ്. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഹോർമോൺസിൽ സൈക്കിൾസൊക്കെ റെഗുലറാണ്, പീരിയഡ്സൊക്കെ റെഗുലറാണ്. പക്ഷേ ഒരു ശരീരഭാരം കുറച്ച് കൂടുതലാണ്. മുടിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്കാൽപ്പ് കാണുന്നുണ്ട്. ഇതൊരു ഗ്രേഡ് 2-3 ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് ആണ് പറയുന്നത്. നമ്മൾ ഈ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിൻ്റെ നമ്മൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഗ്രേഡ് പോലെയാണ്. ആദ്യം നമ്മുടെ നെറ്റിയുടെ നെറുകം
ഈ മുടി പിന്നുന്ന ഒരു ഏരിയ ഉണ്ട്, രണ്ട് ഭാഗത്തേക്ക് പാർട്ട് ചെയ്യുന്ന ഏരിയയിൽ ചെറിയ രീതിയിൽ വീതി കൂടി വരുന്ന രീതിയിലാണ് കാണുകയാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ അത് വീതി കൂടി വന്നിട്ട് ഈ സെൻട്രൽ പോർഷനിൽ എന്താണ് മുടി ഇല്ലാതെ അവിടെ തലയോട്ടി കൂടുതൽ കാണുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ലേഡിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതായത് ഒരു ട്രൈക്കോസ്കോപ്പി, ഒരു ഡെർമലൈറ്റിൻ്റെ ഡെർമോസ്കോപ്പി വെച്ചിട്ടുള്ള ഒരു പിക്ചറാണിത്. ഇത് നമ്മൾ ട്രൈക്കോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാണുന്ന ഒരു സ്കിന്നിൻ്റെ പാർട്ടിനെ 10 times അല്ലെങ്കിൽ 30 times മൈക്രോസ്കോപ്പിക് ലെവലിൽ കാണുന്ന രീതിയിലേക്ക് പോളറൈസ്ഡ് മോഡിലേക്ക് ചെയ്തിട്ട് നമ്മളതിൻ്റെ സ്കിന്നിൻ്റെ കുറച്ച് താഴെയുള്ള ഭാഗങ്ങളും സ്കിന്നൊന്നും മുറിക്കാതെ തന്നെ കാണുന്നൊരു ഉപകരണമാണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെയർ ഡയമീറ്റർ വേരിയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു നോക്കിക്കഴിഞ്ഞാൽ കുറേ ഹെയർസ് നല്ല കട്ടിയുള്ളതുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ കട്ടിയുള്ള ഹെയർസ് ഉണ്ട്. ചില പോർഷൻസിൽ അതിൻ്റെ കട്ടി പകുതിയായിട്ടുണ്ട്. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ അത് 1/3 ആയിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ നോക്കുകയാണെങ്കിൽ അത് പകുതിയിലും കുറഞ്ഞ് ഒറ്റയാനായിട്ട്, അതായത് 2-3 മുടി നല്ല രീതിയിൽ കട്ടിയുള്ള ഭാഗം മാറിയിട്ട് അന്ന് 2 മുടി ഓൾറെഡി പോയി, ഈ ഒരു മുടി ഏകദേശം പോകാനായ അവസ്ഥയിലാണുള്ളത്. തൊട്ടടുത്തുള്ള സ്ഥലം നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ മുടിയില്ല, അതായത് ആ ഒരു ഒറ്റയാനായ മുടിയും കൂടി പോയി കഴിഞ്ഞാൽ അവിടെ മുടിയില്ലാത്ത അവസ്ഥയും. ഇങ്ങനെ കുറേ ഗ്യാപ്സ് വന്നിട്ട് ആണ് അടുത്ത സ്റ്റേജിലേക്ക് മാറുക, ഗ്രേഡ് 3ലേക്കും കുറച്ചും കൂടി കാണാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു അവസ്ഥ വിശേഷത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അവർക്ക് ഒരു ഇവിടെ എൻ്റെ വന്ന് കാണിക്കാനുള്ള കാരണം ജസ്റ്റ് മുടി കൊയ്യുന്നതാണ്. കാരണം അവർ കാണുന്നത് മുടി കൊയ്ച്ചലാണ്. അത് അൺറിലേറ്റഡ് ആയിരുന്നു, അവർക്ക് പനി വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മുടി കൊയ്ച്ചിലായിരുന്നു. പക്ഷേ ഇത് അവർ അവെയർ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷമുണ്ട്. ഞാനതിന് ഗ്രേഡ്സൊക്കെ കാണിച്ചു, ഭാഗം പേടിച്ചു. പക്ഷേ പേടിക്കാനൊന്നുമില്ല. നമ്മൾ ഏർലി ആസ് നമ്മളത് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കതിനെ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നമ്മൾ മറ്റ് മുടി കൊഴിച്ചിൽ പോലെയല്ല, അതൊന്ന് വന്നു ചിലപ്പോൾ എന്തെങ്കിലും രക്തക്കുറവോ അതല്ലെങ്കിൽ പനി വന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് 2-3 മാസം കൊണ്ട് റെഡിയാവും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അത് വല്ല ഒരു ഇൻസൾട്ടിങ് ഇവൻറ്റ്, അതായത് എന്തെങ്കിലും ബോഡിക്ക് ക്ഷതം പറ്റുന്ന ഒരു പ്രശ്നം ഇല്ല, അതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഗ്രോത്ത് ഫേസിലേക്ക് ഈ കാണുന്ന രീതിയിൽ മുടി ഈ ഹെയർ സൈക്കിള് പുതിയ മുടി വരുമ്പോൾ നല്ല മുടി വന്നിട്ട് അത് കവറാകുന്നതാണ്. പക്ഷേ ഈ ഒരു അസുഖത്തിൽ ഇതിൽ ഓരോ ജനറേഷൻ കഴിയുമ്പോൾ കുറഞ്ഞ് വരികയും ചെയ്യാൻ. അപ്പോൾ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, അത് കുറച്ച് കഴിഞ്ഞപ്പം റെഡിയായി, പിന്നെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇവർക്ക് ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് ബ്ലഡിൽ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഹോർമോണൽ ചേഞ്ചസ് അത് ബ്ലഡിൽ എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഒരു അവസ്ഥാവിശേഷം, ആ ഒരു ബോഡിയുടെ ഹെയർ ഫോളിക്കിലുള്ള അതിൻ്റെ ആക്ഷൻ കുറച്ച് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളത് പെർസിസ്റ്റൻ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ അതിൻ്റെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും അത് തിന്നിങ്ങിലേക്ക് തന്നെ പോകും. നമ്മൾ കുറച്ച് റിസൾട്ട് വന്നു, പിന്നെ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് പോകും. അപ്പോൾ അതിനൊന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടെന്നല്ല, അറ്റ്ലീസ്റ്റ് എത്ര പറ്റുന്ന രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ. ഇന്ന് വന്ന കുട്ടീനെ ഞാൻ പറഞ്ഞു ഇത് ലോങ് ടേം എടുക്കേണ്ടി വരുമോ ഈ മരുന്നുകളൊക്കെ, അങ്ങനെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 20-24 years ആയിട്ടുള്ളൂ, നിങ്ങൾ ഇപ്പോഴും എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നല്ലൊരു സമയം, ഒരു 5 years എടുത്തോ അല്ലെങ്കിൽ 10 years എടുത്തോ, ആ സമയത്ത് നിങ്ങൾ ആ ഒരു മുടി ഇല്ലാത്ത അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന അവസ്ഥയെങ്കിലും പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ ഒരു 5 years കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയില്ല, അത് എത്ര 10 കൊല്ലം 5 കൊല്ലം എടുക്കേണ്ട കാര്യം. നമ്മളെപ്പോഴും അതാണ് ചിന്തിക്കാൻ, ഇത്ര കാലം ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല സമയം കളയും. എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റേജിൽ വന്ന് എനിക്കൊന്നും പറയാനുണ്ടാവില്ല, ഓൾറെഡി റൂട്ട് പോയി എന്നെ അവിടെ മുടി വെച്ച് പിടിപ്പിക്കുക അങ്ങനെയൊക്കെ പറ്റുമെന്ന് പറയേണ്ടി വരും. നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ അധിക പേരിലുള്ള ഒരു കൺസേൺ ആണിത്, ഇത് ഇത്ര കാലം ഉപയോഗിക്കേണ്ടി വരുമോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നില്ല അന്ന് ഒരു നമ്മൾ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ആ ഒരു രീതിയിലേക്ക് പോകണമെന്നില്ല. പക്ഷെ നിങ്ങൾ ചിലപ്പം ചെറിയ രീതിയിൽ സപ്പോർട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട് ഇതിന്, ടോപ്പിക്കലായിട്ട് ലേപനങ്ങളല്ലാതെ തന്നെ തുടക്കത്തിൽ 2-3 മാസങ്ങൾ കൂടുമ്പോൾ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ളതും പിന്നെ 6 മാസം കൂടുമ്പോൾ ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു രീതിയിൽ പിടിച്ച് നമ്മൾക്കൊരു പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. അത് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ സ്ത്രീകളിൽ ആണുങ്ങളിൽ ഉണ്ടാവുന്ന രീതിയിൽ കഷണ്ടിയാണ് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്നതിനെ കുറിച്ച് അത് ആദ്യം നമ്മൾ പറഞ്ഞു എന്തൊക്കെ അതിൽ ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCODൻ്റെ പ്രശ്നങ്ങൾ, അതായത് മുഖത്ത് അമിതമായ രോമ വളർച്ച ഉണ്ടാവുക, മുഖക്കുരു ഭയങ്കരമായിട്ട് ഉണ്ടാവുക, തടി കൂടുക, പീരിയഡ്സ് ഇറഗുലർ ആവുക, അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമ്മൾ PCOD രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചല്ല ടെസ്റ്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. അതല്ലാത്ത രീതിയിലുള്ള ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് ആണെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റിലൊന്നും കണ്ടു കിട്ടണമെന്നില്ല, ടെസ്റ്റ് ചെയ്താലൊന്നും അതിൽ ബ്ലഡ് ടെസ്റ്റിലും ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. കാരണം അത് മെഷറബിൾ ആയിരിക്കില്ല. ചെറിയ രീതിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് ബ്ലഡിൽ ഭയങ്കര ഹൈ ഉണ്ടാവില്ല, പക്ഷേ എൻഡ് ഓർഗനിൽ ആ ഒരു ഹെയറിലുള്ള ആക്ഷൻ കുറച്ച് കൂടുന്നതാവാം.
അതുകൂടാതെ ഈ ട്രൈക്കോസ്കോപ്പി പോലുള്ള കാര്യങ്ങൾ, കാരണം പല രീതിയിലുള്ള മുടി കൊഴിച്ചിലുണ്ടാവാം, അത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട്, ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയാൻ കാരണം ട്രൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പല ഡോക്ടർമാരും ടെക്നീഷ്യന്മാരും അതൊന്നും ഒരു ഡിഗ്രി ഇല്ലാത്തവരും പ്ലസ് ടു കഴിഞ്ഞവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, കാരണം നമ്മളെ ഈ പറയുന്ന പിക്ചർ പോലെയാണ്, നമ്മളെ രക്ഷിക്കാൻ നമ്മൾ തന്നെ പറ്റൂ. കാരണം ഗവൺമെൻറ്റോ മറ്റു കാര്യങ്ങളോ അത്രത്തോളം, കാരണം ഇന്ത്യ പോലുള്ള വലിയൊരു പോപ്പുലേഷനുള്ള ജനതയിൽ ഡിഗ്രിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി എല്ലായിടത്തും, കാരണം ഇപ്പം തന്നെ അടുത്ത് തന്നെ ഒരു ന്യൂസ് കണ്ടിരുന്നല്ലോ, ഒരു സർജറി ചെയ്തു, ഒരാൾക്ക് ICUവിലായി, പിന്നെയാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് ഒരു MBBS ഡിഗ്രി പോലും ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ട്രൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ഡെർമറ്റോളജിസ്റ്റ്, കാരണം മുടിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത് സ്കിന്ന്, ഹെയർ, നെയിലിനെ കുറിച്ച് പഠിക്കുന്ന ഡെർമറ്റോളജിസ്റ്റുകളാണ്. അപ്പോൾ MD DNB DDV ഡിപ്ലോമ ഡിഗ്രിയുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അത് തന്നെയാണെന്ന് ഉറപ്പിക്കുക. കാരണം പല രീതിയിലുള്ള മുടി കൊഴിച്ചിലുകളുണ്ട്. നമ്മൾ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പേടിച്ച് നിൽക്കുന്ന ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരാളെ അടുത്തുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കുക. അതിന് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഡയറ്റ്, കാരണം ഏത് അസുഖമാണെങ്കിലും അതൊരു കാരണം ഉണ്ടാവാം, അതിനെ കൂട്ടുന്ന കാരണം ഉണ്ടാവാം. വെറും ഡയറ്റ് മാത്രമല്ല ഞാൻ പറയുന്നത്. കാരണം ഭക്ഷണം മാത്രം ശ്രദ്ധിച്ച്, കാരണം അധികം നമ്മൾ യൂട്യൂബിലൊക്കെ കാണാം നാച്ചുറോപ്പതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ, ഇപ്പം ഭക്ഷണത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ ഒരു കാരണം ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ എന്നുള്ള രീതിയിലാണ് ഇതുപോലെയുള്ള ഡയറ്റുകളും പിന്നെ നമ്മൾ അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ ഡയറ്റിൽ നമ്മൾ മുടിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്, ബയോട്ടിനാണ്, സിങ്ക്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ മത്സ്യം, മാംസങ്ങൾ കഴിക്കുന്നതിൽ കൂടുതൽ പ്രോട്ടീൻ കിട്ടും. അതല്ലാത്തവരാണെങ്കിൽ പൾസസ്, കടല ഐറ്റംസ്, സോയാബീൻ, അതുപോലുള്ള ബട്ടർ പോലുള്ള കാര്യങ്ങൾ, അതിലൊക്കെ പ്രോട്ടീൻസ്, മറ്റ് ഫാറ്റ് ഐറ്റംസൊക്കെ അതിൽ കൂടുതൽ കിട്ടും. അതുകൂടാതെ സിങ്ക് കൂടുതലായിട്ട് സീ ഫുഡ് ഐറ്റംസിൽ കിട്ടും, ഓയിസ്റ്റർ പോലുള്ള കാര്യങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ള എഗ് ഐറ്റംസ്, ഇങ്ങനെയുള്ള പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക. അയൺ ഇമ്പോർട്ടൻ്റ് ആണ് മുടിക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഈ ഒരു അസുഖത്തിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് സപ്ലിമെൻറ്റ് ചെയ്യുക. അത് ഇങ്ങനത്തെ ഭക്ഷണത്തിൽ കൂടെ വേണമെങ്കിൽ ന്യൂട്രിസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യൽ പീരിയഡ്സിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള കണ്ടൻറ്റിലുള്ള ഗുളികകൾ തന്നെ ലഭ്യമാണ്. അത് ചിലവർ ഇതിനു വേണ്ടി അതുമാത്രം കഴിക്കും. അതുമാത്രം കഴിക്കണമെന്നല്ല, ഇതിലുള്ളൊരു കോഴ്സ് വേറേതാണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടീവായിട്ട് ആർക്കെങ്കിലും അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അയൺ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരും. അപ്പോൾ അതൊരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ അവർ തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ അപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അതിൽ മുടിയുടെ വളർച്ച സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനുള്ള പല ലേപനങ്ങളുണ്ട്. ചില പ്രിസ്ക്രിപ്ഷൻ ഓൺലി മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അത് മിനോക്സിഡിൽ പോലെയുള്ളതുണ്ട്. അത് അവർക്ക് ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. ഇനീഷ്യൽ പീരിയഡിൽ കുറേ മിനോക്സിഡിൽ ഉപയോഗിക്കുമ്പോൾ ചെറിയ രീതിയിൽ ഷെഡിങ് ഉണ്ടാവും. പക്ഷേ അതൊരു വയസ്സായ മുടി, ഈ കാണുന്നതിലുള്ള ലാസ്റ്റ് വയസ്സായ മുടി പോയിട്ട് അടിയിൽ നിന്നുള്ള നല്ല മുടി വരുന്നതാണ്. അപ്പോൾ ഇനീഷ്യൽ പീരിയഡിൽ ഒരു 3 month കഴിഞ്ഞിട്ട് ചെറിയ ബേബി ഹെയർസ് ഒക്കെ വരുന്നത് അറിയാൻ വേണ്ടി പറ്റും. 1 year എടുക്കും അതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടാൻ. അതുകൂടാതെ ഇപ്പോൾ കുറേ നിങ്ങൾ ഓൺലൈൻ നോക്കിയാൽ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഹെയർ ലോസ് എന്ന് പറഞ്ഞാൽ പിന്നെ പല ആഡ്സിൻ്റെ പൂരായിരിക്കും ഉണ്ടാവാൻ. റിഡൻസിൽ, പ്രൊക്കാപ്പിൽ, സോവാമിറ്റോ, കാപ്പില്ല ലോങ്, അങ്ങനെ പല. നമ്മൾ പണ്ട് മുത്തശ്ശിമാർ വീട്ടിലുള്ളവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാരങ്ങ നീരെടുത്ത് ഒഴിക്കണോ, അതല്ലെങ്കിൽ അതായത് സാമ്പാറിൻ്റെ കൂട്ടിൻ്റെ വിഭവങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടാവാം നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്ന പോലെ. നമ്മൾ ഇൻസ്റ്റാ, FB, വാട്സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മോഡേൺ ജനറേഷൻ മുത്തശ്ശിമാരുടെയാണ്. അതേപോലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഈ കാപ്പില്ല ലോങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടെർമറിക്കിലുള്ള, മഞ്ഞളിലുള്ള ഒരു കണ്ടന്റാണ്. പിന്നെ അനഗൈൻ എന്ന് പറഞ്ഞത് പീ സ്പ്രൗട്ട്, പയറിലുള്ള അത് സ്പ്രൗട്ട് ചെയ്യുമ്പോഴുള്ള അതിൽ നിന്നുള്ള കുറച്ച് ലൈസീൻ, അതുപോലെ ലാർജിൻ പോലുള്ള വൈറ്റമിൻസ്. അത് പണ്ട് നമ്മളത് ക്രൂഡായിട്ട് ക്രഷ് ചെയ്തിട്ടൊക്കെ തലയിൽ ഉപയോഗിക്കുന്നത് സെപ്പറേറ്റ് ചെയ്തിട്ട്, അത് നല്ല തന്നെയാണ്. കുറച്ച് മോഡേൺ ആകുമ്പോൾ അതിൻ്റെ ആവശ്യമുള്ള കണ്ടന്റ് മാത്രം എടുത്തിട്ടുള്ള ചെയ്യുന്നതാണ്. പിന്നെ അതുപോലുള്ള റിഡൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് പ്ലാൻ ബേസ്ഡ് ഉള്ള ഇതുപോലുള്ള കുറച്ച് കണ്ടന്റ് ആണ് നമ്മൾ ഹെയർ ഫോളിക്കൽ സ്റ്റെം സെല്ലിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ. പ്രൊക്കാപ്പിൽ എന്ന് പറയുന്നത് ഒരു 3 ഒലീവ് ഓയിൽ, പിന്നെ അപ്പിജനിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ നാരങ്ങയിലുള്ള അതിൻ്റെ പീലിൽ നിന്നുള്ള, നമ്മൾ നാരങ്ങത്തിൻ്റെ തൊലിയിൽ നിന്ന് എടുക്കുന്ന ഒരു കണ്ടന്റാണ് എപ്പിജനിൻ എന്ന് പറയുന്നത്. അതുകൂടാതെ കുറച്ച് ഹിസ്റ്റഡിൻ, ലൈസിൻ പോലെയുള്ള കുറച്ച് പെപ്റ്റൈഡ്സ്, ഇതൊക്കെ കൂടിയിട്ടുള്ളൊരു കണ്ടന്റാണ് ഈ പറഞ്ഞ പ്രൊക്കാപ്പിൽ, റിഡൻസിൽ എന്നല്ല പറയുന്നത്. അത് പണ്ട് നമ്മൾ ഒരു ആയുർവേദം അതല്ലെങ്കിൽ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അരച്ച് ഇതാക്കിയിട്ട് ക്രൂഡായിട്ട് അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ അത്
ഇറിറ്റേറ്റ് ചെയ്യും. അതിന് പകരമായിട്ട് ആവശ്യമുള്ള കണ്ടന്റ് മാത്രം എടുത്ത് കുറച്ച് സ്റ്റഡീസ് ഉണ്ട് ഇവിടെ നിങ്ങൾ ഇൻസ്റ്റയിൽ FBയിൽ കാണുന്ന പോലെ ഉള്ള റിസൾട്ടൊന്നുമല്ല. സപ്പോർട്ടീവ് ആക്ടർ മാത്രമാണ്, മെയിൻ ആക്ടർ അല്ല. അത് ഞാൻ പിന്നെ ഒരു റീൽസിൽ പറയാം. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഹെയറിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ, ഒരു ഹെയർ സ്പെഷ്യലിസ്റ്റിനെ നിങ്ങൾ കാണിക്കുക. അവർ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ കിട്ടും. കാരണം അതിൻ്റെ റിസൾട്ട് വേറൊന്നിനും കിട്ടില്ല. കാരണം ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ പണ്ട് കുറേ കാര്യങ്ങളൊക്കെ തലയിൽ ഉപയോഗിക്കുന്ന പോലത്തെ കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി. ഒരിക്കലും ഒരു മേജർ ആക്ഷനായിട്ട് ഒരാൾക്കൊരു FPHL ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് ഈ രീതിയിൽ പോകുന്ന ഒരാൾക്ക് വെറും ഈ ഡാറ്റോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഓൺലൈനായിട്ടുള്ള പ്രൊഡക്റ്റോ, കാരണം അവരത് പല ക്ലെയിംസ് ഉണ്ടാവും. കാരണം അവർക്ക് അതൊരു പ്രൊഡക്റ്റ് വിറ്റ് പോകുക എന്നുള്ളതാണ്. ഇത്ര ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാവും, ഒരു മാസം കൊണ്ട് ഒരു ആഡ് കണ്ടതാണ് 9,000 മേലെ മുടി വരിക എന്നുള്ളത്. ഒരാൾ ജനിച്ചു കഴിഞ്ഞാലുള്ള മുടി മാത്രം അവസാനം വരെ ഉണ്ടാവാൻ, അത് മുടി കൊഴിയും അടിയിൽ നിന്ന് വേറെ വരും എന്നല്ലാണ്ട് പുതുതായിട്ട് മുടിയൊന്നും വരില്ല. ക്ലെയിം ചെയ്യുന്നുണ്ട് ന്യൂ ഹെയർസ് വരും എന്നുള്ളത്. അപ്പം അതൊക്കെ ഡിസെപ്റ്റീവ് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള കുറേ ആഡ്സാണ്. അത് കണ്ടിട്ട് ഒരാൾക്ക് ശരിയായിട്ട് ഈ രോഗമുള്ളവർ വെറും അങ്ങനെയുള്ള ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അത് സാധാരണ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്ക് ഒരു ഉപയോഗിച്ചാൽ ചിലവർ ഓക്കെ എന്ന് പറയുന്നവരുണ്ടാവാം. ഒരു 180 പേർക്കും സാധാരണ രീതിയിൽ മുടി ഉപയോഗിച്ചാലുണ്ടാവാൻ 20 പേർക്കാണ് ഈ രീതിയിലുള്ള ശരിയായ രീതിയിലുള്ള രോഗം ഉണ്ടാവാൻ. അവർക്ക് ഇതൊന്നും ഉപയോഗിച്ച കാര്യം ഉണ്ടാവില്ല. ബാക്കി 80 പേരും ഓക്കെ പറയും, ഒരു പ്രശ്നമില്ലാത്തവരെ ഞാൻ ഉപയോഗിച്ചപ്പോൾ ഓക്കെ നല്ലതായിരുന്നു, മുടി കുറച്ച് കട്ടി വരുന്ന പോലെ ഫീൽ ചെയ്യുന്നൊക്കെ പറയും. അതുപോലുള്ള കമൻറ്റ്സ് അത് മിക്കവരും അവർ തന്നെ ജനറേറ്റ് ചെയ്യുന്ന കമൻറ്റ്സുകളാണ് ഉണ്ടാവുകയാണ്. ബാക്കിയൊക്കെ അവർ ഫിൽട്ടർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നിങ്ങൾ അറിയണം. അത് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതല്ലാത്ത രീതിയിൽ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അണ്ടറിൽ പോയിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള മിനോക്സിൽ അങ്ങനത്തെ പോലുള്ള കാര്യങ്ങൾ പറയും. അതുകൂടാതെ നിങ്ങൾക്ക് PCOD അല്ലെങ്കിൽ ഹോർമോണൽ ഇൻഫ്ലുവൻസ് അവർ സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ടാബ്ലറ്റ്സുകൾ, അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഹെയറിലേക്ക് ആക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെയിൽ ഹോർമോണിലേക്ക് ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ടാബ്ലറ്റ്സുകളുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഫേർദറായിട്ട് ഈ ഒരു കട്ടിയുള്ള മുടി ഈ രീതിയിലേക്ക് തിന്നാവുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. മറ്റ് മിനോക്സിൽ പോലുള്ള ടോപ്പിക്കൽസ് വെച്ചിട്ട് ഈ ഒരു കട്ടിയില്ലാത്തതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ആക്ഷൻ എടുക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളുമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതുകൂടാതെ ലേറ്റസ്റ്റ് ആയിട്ട് ദീസ് ആർ മെഡിസിൻ നമുക്ക് അറിയുന്നത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഒരു 6 months to 1 year എടുക്കും റിസൾട്ട് വരാൻ. പെട്ടെന്ന് തന്നെ ഒരാൾക്ക് റിസൾട്ട് വരണമെങ്കിൽ ഞാൻ ഓൾറെഡി മെയിൽ പാറ്റേൺ ഹെയർ ലോസിൽ പറഞ്ഞു മുമ്പത്തെ വീഡിയോയിൽ, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി അതല്ലെങ്കിൽ GFC ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ബൈക്കലൂട്ടമേഡ് അതുപോലെയുള്ള ഹോർമോൺ തന്നെ രീതിയിൽ മീസോതെറാപ്പി പോലുള്ള രീതിയിൽ ഈ പറഞ്ഞ ഈ മെഡിക്കേഷൻസ് കഴിക്കുന്നതിന് വരെ നേരിട്ട് ആ റൂട്ടിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക. അവിടെ മാത്രം ആക്ഷൻ മതി, എനിക്ക് ഉള്ളിലേക്ക് എടുക്കുന്ന ടെൻഷൻ വേണ്ടില്ല എന്ന രീതിയിലുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ പുതുതായിട്ടുള്ള രീതിയിലുള്ള ഒരു അഡ്വാൻസ്മെൻ്റ് ആണ്. അതിനെന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡിലുള്ള, അതായത് ഒരാൾക്ക് നാച്ചുറലായിട്ടേ വേണ്ടുള്ളൂ പറയുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ പ്ലാന്റ് ഒന്നും എടുക്കാതെ നമ്മൾ തന്നെ ബ്ലഡ് എടുക്കുക. അത് ഒരു ക്ലിനിക്കിൽ പോയി അവർ അതിനുള്ള പ്ലേറ്റ്ലെറ്റിൻ്റെ കോൺസെൻട്രേറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്യും. നമ്മളൊരാളിലൊരു CBCയിൽ ഒരു 2 ലക്ഷം 1.5 ലക്ഷം, നമ്മൾ ഡെങ്കിപ്പനി വേണ്ട പറയല്ല, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോയി ഇപ്പം 1.5 ലക്ഷത്തിൽ നിന്ന് ഇപ്പം 90,000 ഇപ്പം 20,000 അങ്ങനെ പറയുന്നുണ്ടല്ലോ. സാധാരണ ഒരാളത് 1.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റ് സാധാരണയായിട്ട് ഉണ്ടാവും. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു 5 times ഫോർട്ടിഫൈ ചെയ്യും, അതായത് കോൺസെൻട്രേറ്റഡ് ആക്കിയിട്ട്. കാരണം പ്ലേറ്റ്ലെറ്റിൽ ആൽഫ ഗ്രാനുൾസ് പല രീതിയിലുള്ള വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ, പല ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മൾ നേരിട്ട് എവിടെയാണോ ആക്ഷൻ വേണ്ടത് അവിടെ ആ ഹെയർ റൂട്ടിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയും അത് അവിടെ ഹെയറിന് ആ ഒരു നമ്മൾ കട്ടി കുറഞ്ഞ ഹെയർസിനെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ടി വരുത്തിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണുള്ളത്. സാധാരണയായിട്ട് ഞാൻ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞാൽ 1.5 month ഗ്യാപ്പിൽ ഇട്ടിട്ട് 3 സിറ്റിംഗ് ചെയ്യുക, പിന്നെ ഒരു 3 month കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർ 6 month എന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യലാണ്. ചിലവർ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് 2 weeks ഗ്യാപ്പിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഡിഫറെൻറ്റ് ഡോക്ടേഴ്സിന് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ഉണ്ടാവാം. അപ്പോൾ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് വെച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഒരു PCOD ഉള്ളൊരു പേഷ്യൻ്റാണ്, ഇവരത് ഈ ഒരു രീതിയിലുള്ളതായിരുന്നു. അത് 3 ഇഞ്ചക്ഷന് ശേഷമുള്ളൊരു റിസൾട്ടാണിത്. ഇദ്ദേഹത്തിനാണെങ്കിൽ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസും ഉണ്ട്, പിന്നെ പ്രഗ്നൻസിക്ക് ശേഷം കുറച്ച് മുടി പോയിട്ടുണ്ടായിരുന്നു. GFC ചെയ്തതിന് ശേഷം 3 സിറ്റിംഗ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണിത്. അപ്പോൾ അതിൽ തന്നെ ആൾക്കാർ ചോദിക്കും മുമ്പ്
GFC ഉണ്ട്, PRP ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതും പറയണമെന്ന് പറഞ്ഞാൽ PRP എന്ന് പറയുന്നത് നമ്മൾ പ്ലേറ്റ്ലെറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്ലേറ്റ്ലെറ്റിനെ കുറച്ചും കൂടി ഫിൽറ്റർ ചെയ്തിട്ട് ആ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് പ്ലേറ്റ്ലെറ്റിന് ഇഞ്ചെക്ട് ചെയ്യാതെ പ്ലേറ്റ്ലെറ്റിന് എന്താണോ വേണ്ടത് ഗ്രോത്ത് ഫാക്ടേഴ്സിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ റിസൾട്ട് ഉണ്ട്, റിസൾട്ട് ഇല്ല എന്നല്ല, രണ്ടിലും റിസൾട്ട് ഉണ്ട്. ഈ പലരും പല വീഡിയോസിലും പറയുന്നത് GFC ബെറ്റർ ദാൻ PRP അങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല. കാരണം PRP വിത്ത് മൈക്രോ നീഡ്ലിംഗ്, അതായത് ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ അവിടെ സ്കിന്നിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന രീതിയിൽ ചെറിയ ട്രോമ വരുത്തിച്ച് കഴിഞ്ഞാൽ അവിടെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് കുറേ ഗ്രോത്ത് ഫാക്ടേഴ്സ് വരും. അത് നമ്മൾ അറ്റൻഡ് ചെയ്യപ്പെടാത്ത മുടിക്കും കൂടി എന്താണ് ആ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളൊരു പറമ്പ് ഒരു തരിശു ഭൂമിയാണെങ്കിൽ കിളക്കുന്ന പോലെ അതിൽ വളയിടുന്നതാണ് PRP എന്ന് പറയുന്നത്, കിളക്കുന്നതാണ് മൈക്രോ നീഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ചെയ്താൽ GFCൻ്റെ റിസൾട്ട് കിട്ടാറുണ്ട്. പലരും ചോദിക്കാറുണ്ട് GFC ആണോ, GFC ചെയ്യാൻ വേണ്ടി വരുന്ന രീതിയിൽ. മുമ്പ് ഞാൻ GFC വെച്ചിട്ടേ ഇല്ല, പക്ഷേ ഈ പറഞ്ഞ റിസൾട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ചു. കാരണം ഒരു സയൻറ്റിഫിക് സ്റ്റഡി ഇല്ല GFC ഈസ് ബെറ്റർ ദാൻ PRP എന്ന് പറയുന്ന രീതിയിൽ. കാരണം ഒരു കമ്പനി ഇറക്കിയതാണ് GFC എന്ന് പറയുന്നത്. PRPനെ ഓൾറെഡി ഫോമുലേറ്റ് ചെയ്യാണ് ഡോക്ടേഴ്സൊക്കെ കൂടിയിട്ട്. അപ്പം അത് ഇനീഷ്യലി ഞാനത് GFC ക്ലിനിക്കിൽ വെച്ചിട്ട് പോലുമില്ല. പക്ഷേ ഈ പറഞ്ഞ റിസൾട്ട് കണ്ടപ്പോൾ ഓക്കെ, റിസൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആ അർത്ഥത്തിലാണ്. കാരണം GFC കുറച്ചൊരു നല്ല ഒറിജിനൽ GFC ആണെങ്കിൽ, കാരണം ആ ഒരു കമ്പനീൻ്റെ പാറ്റൻറ്റഡ് ആണ്, ഇന്നോവേറ്റർ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ ഒരു MRP ഉണ്ട്. ആ കോസ്റ്റൊക്കെ വെച്ചിട്ട് അത്യാവശ്യം PRPനേക്കാളും കോസ്റ്റ് വരും. മാർക്കറ്റിൽ ഇതിൻ്റെ തന്നെ 1/5 റേറ്റിൽ ചീപ്പറായിട്ട് ബ്ലാക്കായിട്ട് കിട്ടുന്ന രീതിയിലുള്ള, അതായത് അതിൻ്റെ കോപ്പി എന്ന് പറഞ്ഞ രീതിയിൽ, അത് എത്രത്തോളം റിസൾട്ട് ഉണ്ടോ, അത് എവിടുന്ന മാനുഫാക്ചർ ഒന്നും കിട്ടാത്ത രീതിയിൽ പലരും സമീപിക്കാറുണ്ട്. അത് പക്ഷേ എന്താണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓരോ ക്ലിനിക്കിൻ്റെ റേറ്റുകളും വളരെ തുച്ഛമായ രീതിയിൽ ചെയ്യുന്ന റേറ്റുകൾ. നമ്മളത് ചെയ്യാൻ വേണ്ടി ചെയ്യലല്ല, കാരണം എല്ലാം ഒരുപോലെയല്ല. നമ്മൾക്ക് തന്നെ അറിയാമല്ലോ, ഒരു ബ്രാൻഡഡ് ഷർട്ട് എടുത്തും അല്ലാത്ത രീതിയിലുള്ള ഷർട്ട് എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഒരു വിശ്വാസമുള്ള ഒരാളെ തയ്ച്ചിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് ഓക്കെ. അതല്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും. കാരണം ആ ഒരു ഇന്നോവേറ്റർ ബ്രാൻഡിന് ഇത്ര കോസ്റ്റ് ഉണ്ട്, ആ ഒരു MRPനേക്കാൾ കുറച്ച് രീതിയിലുള്ള റേറ്റാണ് ഇപ്പോൾ ഈ ഒരു ആഡിൽ കാണുന്നത്. ഇത്ര റുപ്പീസിന് GFC ചെയ്യുന്നു. നമ്മുടെ അടുത്ത് വന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. നമ്മളെന്തായാലും ഒരിക്കലും MRPൻ്റെ പകുതി റേറ്റിലാണ് ഇത് കാണുന്നത്. ഒരിക്കലും അത് പോസിബിൾ അല്ല. കാണാൻ നമ്മൾ തന്നെ ആ ഒരു വേറെ കമ്പനീസ് വരാറുണ്ട്. ഇത്ര റേറ്റിൽ നമ്മൾ ആ ഒരു ക്ലിനിക്കിൽ അതാ ഇത്രയാണ് സപ്ലൈ ചെയ്യുന്നത്. ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ഡെർമറ്റോളജിസ്റ്റ് ഓൺ ക്ലിനിക്കല്ല, വ്യാജ ക്ലിനിക്കാണ്. ആ ഒരു അവിടെയാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളും കൂടി എടുക്കുമെന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു 5 ടൈംസ് വെച്ചിട്ടാണ് അവർ ആ ഒരു റേറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വെറുതെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ചെയ്യലല്ല. കാരണം നമ്മുടെ എത്രയോ പേഷ്യൻസ് വരുന്നുണ്ട്, 5 GFC ചെയ്തു, ഒരു കാര്യമില്ല. പണ്ട് ഇതായിരുന്നു PRP ചെയ്തിട്ട് കാര്യമില്ല എന്നായിരുന്നു. അപ്പം പിന്നെ ബയോട്ടിൻ PRP വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത GFC വന്നു. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളൊരു ഇങ്ങനെയുള്ള ഹെയർ റിലേറ്റഡ് ആയിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറേ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെയ്യുന്നത് വൃത്തി ചെയ്യുക. കാരണം ഇറ്റ്സ് എ കോസ്മെറ്റിക് പ്രൊസീജിയർ. അതിൽ പിന്നെ നിങ്ങൾ ഒന്നെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് മാത്രം ചെയ്തിട്ട് പോവുക, ഒരു നല്ല ഡോക്ടർക്ക് പോയി മെഡിക്കൽ അഡ്വൈസ് പോവുക. ഇത് കോസ്റ്റ് ഉണ്ട്. ഞാൻ തന്നെ പേഷ്യൻസിന് പറയാറുണ്ട്, എനിക്ക് റിസൾട്ട് വെച്ചിട്ട് നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കിത് കോസ്റ്റ് ബിയർ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ടിയില്ല, ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പോയിക്കോളൂ എന്നുള്ളത്. അതിന് പകരം അവിടെ ഇത്ര ചെറിയ റേറ്റ് ആണല്ലോ, അവിടെ പോയി ഞാൻ 5 PRP ചെയ്തു. നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ദാഹിക്കാൻ വേണ്ടിയിട്ട് ദാഹിക്കുന്നതിന് നമ്മൾ വെള്ളം കുടിക്കുക, അത് നല്ല വൃത്തിയുള്ള വെള്ളം കുടിക്കുക എന്നല്ലാണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കുടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുപോലെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊരു മിനറൽ വാട്ടർ ബോട്ടിൽ നല്ലൊരു കമ്പനീൻ്റെ യൂസ് ചെയ്യുന്നതിന് പകരം എവിടെയെങ്കിലും അവിടെ വെള്ളം കുടിച്ചിട്ട് എന്തെങ്കിലും ആകുന്നതിന് പോലെ തന്നെയാണ്. കാരണം ഒരു ഫ്രണ്ട് തന്നെ എനിക്ക് അയച്ചത് മെസ്സേജാണ്, PRP ഡോക്ടറല്ല, അവർ വേറെ ആൾക്കാരെ കൊണ്ട് എന്താണ് PRP ചെയ്യിപ്പിക്കുകയാണ്, ആൾ മാറിയിട്ട് കുത്തിപ്പോയി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല, രണ്ടാളെയും HIV, HBsAg, HCV അതുപോലുള്ള അസുഖങ്ങളുള്ള കാര്യങ്ങൾ രണ്ടാളത്തും ചെക്ക് ചെയ്യുക. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ ഖേദിക്കണ്ടില്ലല്ലോ എന്ന രീതിയിൽ അവർക്ക്. പക്ഷേ അതൊന്നല്ല വിഷയം, കാരണം അത് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ, ഇതിനെക്കൂടെ റിയാക്ഷൻ വരും എന്നുള്ളത് മാത്രമേ കൺസേൺ ഉള്ളൂ. കാരണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റ, FB പല കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് ഒതൻറ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുക, അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ അവർ ചെയ്യാൻ വേണ്ടി പറയും, ആവശ്യമില്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് പറയും. ഇനി നിങ്ങൾ കോസ്റ്റ്, നിങ്ങൾക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് പറ്റുന്നില്ലെങ്കിൽ അതല്ലാത്ത രീതിയിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ റിസൾട്ടൊക്കെ കിട്ടും. കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു 1 ഇയർ ഒക്കെ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ കാര്യങ്ങളാണ്. ഇത് കൂടാതെ പുതിയ ട്രീറ്റ്മെൻറ്റുകളാണ് മീസോതെറാപ്പി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഈ ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളുടെ തന്നെ
കോൺസെൻട്രേറ്റ്സ് ആയിട്ട് സ്കിന്നിൽ ഹെയർ റൂട്ടിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന രീതിയിലാണ്. അത് ഇവോൾവിങ് ആണ്, എനിക്ക് അത് എത്രത്തോളം റിസൾട്ട് പറയാൻ കഴിയില്ല. പക്ഷേ സ്റ്റഡീസ് വരുന്നുണ്ട്. കാരണം അതിൻ്റെ തിയറിറ്റിക്കൽ ബേസിസ് നോക്കുകയാണെങ്കിലും, കാരണം ബൈക്കലൂട്ടമേഡ് അതുപോലുള്ള കാര്യങ്ങൾ സ്ത്രീകളിൽ ഹെയർ റൂട്ടിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിൻ്റെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റി ആൻഡ്രജൻ, അതായത് ആൻഡ്രജൻ്റെ ആക്ഷൻ, മെയിൽ പാറ്റേൺ ടൈപ്പ് ഹോർമോണിൻ്റെ ആക്ഷൻ സപ്രസ് ചെയ്യുന്ന കുറച്ച് കണ്ടൻറ്റ് മോളിക്യൂൾസ് ആണ്. അതവിടെ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഹെയർ റൂട്ടിനെ ഈ മെയിൽ പാറ്റേൺ ബാൾഡ്നെസ്, അതായത് ഹെയർ റൂട്ട് തിന്നാതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് ഈ മീസോതെറാപ്പി എന്ന് പറയുന്നത്. അതിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ ആ ഒരു സ്കിൻ ലെവലിൽ മാത്രം, അതായത് ബ്ലഡിൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഗുളിക എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സും ടൈലേർഡ് ആയിട്ട് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞു ഒരു ലെവലെത്തി. ഇപ്പം ഓക്കെ, ഏർലി സ്റ്റേജസിലാണ്, അതായത് റൂട്ട് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ പൊങ്ങി വരാൻ. നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം അതൊക്കെ ഒന്നല്ല, ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ മുടിൻ്റെ ഒരു അവസ്ഥയാണെങ്കിൽ ഞാൻ തന്നെ ഫസ്റ്റ് തന്നെ പറയും, ബെറ്റർ നിങ്ങൾക്കൊരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. ഇപ്പോൾ ലേഡീസിന് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പറ്റുമോ എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ലേഡീസിന് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പറ്റും. മുടി ട്രിമ്മ് ചെയ്യാതെ, അതായത് പിറകിൽ എടുക്കുന്ന സ്ഥലത്ത് മാത്രം ട്രിമ്മ് ചെയ്യാം. ലോങ് ഹെയർ എഫ് എന്നിട്ട് വേറെ ട്രിമ്മ് ചെയ്യാത്ത ട്രാൻസ്പ്ലാന്റും ഉണ്ട്. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് പിറകിൽ മാത്രം ഒരു വിൻഡോ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കി മുടി അവിടെ കവറേജ് ചെയ്യുകയും എന്നിട്ട് അവിടെ നിന്ന് റൂട്ട് എടുത്തിട്ട് ഈ പറഞ്ഞ രീതിയിൽ മുടി ഷേവ് ചെയ്യാത്ത രീതിയിൽ മുടി അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ലെവൽ കഴിഞ്ഞ് എന്താണ് നമ്മൾ റൂട്ടൊക്കെ പോയി, അതല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. കാരണം എല്ലാത്തിനും ഒരു പീക്ക് റിസൾട്ട് ഉണ്ട്. എല്ലാവരിലെല്ലാം വർക്ക് ചെയ്യുന്നില്ല. ഒരു 3 സിറ്റിംഗ് ഒക്കെ ചെയ്ത് 6 മാസമൊക്കെ കഴിഞ്ഞ് വ്യത്യാസം വരുന്നില്ല. അതല്ലെങ്കിൽ ഫസ്റ്റ് വിസിറ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് ഓൾറെഡി റൂട്ടില്ല, അവിടെ റൂട്ടൊക്കെ ഫൈബ്രോസ്ഡ് ആയിട്ടുണ്ട്. പൊക്കിയെടുക്കാനുള്ള രീതിയിലുള്ള ഹെയർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പറയും നിങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനാണ് നല്ലത്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ 6 മന്ത് 9 മന്ത്സ് വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തോളൂ. എന്നിട്ട് വ്യത്യാസം ഇല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിലേക്ക് പോയിക്കോളൂ. അതല്ല പെട്ടെന്നൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂയും ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഇവർക്ക് ഒരു മുമ്പ് PRP കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അവർക്ക് പിന്നെ ഒരു ലെവലെത്തി. ഇനിയിപ്പം എന്താണ് അത്യാവശ്യം പ്രായമുണ്ട്, വരാൻ പറ്റുന്നില്ല, ഇടയ്ക്ക് വന്നിട്ട് PRP ചെയ്യാനുള്ള രീതിയിൽ മുട്ടിനും കൂടി PRP ചെയ്യാൻ തുടങ്ങി, മുട്ടുവേദനയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അവസാനം ഒരു ഓപ്ഷൻ വെറുതെ പറഞ്ഞു കൊടുത്തതിന് അവർ റെഡിയായി. 60+ ഇയേഴ്സ് ഉള്ള ഒരാളാണ് ഇവർ. എന്നിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. 8 മാസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണിത്. ആ രീതിയിൽ നമ്മൾ കുറച്ച് ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുത്താൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അവിടെ മുടി വെച്ചത് നല്ല രീതിയിലുള്ള ഒരു സ്കിന്നാണെങ്കിൽ പൊതുവേ ഒരു 95% കിളിർത്ത് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാലത്ത് പറഞ്ഞ 6 മാസം കഴിഞ്ഞ് ചിലപ്പോൾ കെട്ടിയേക്കാം, മുടി വന്നേക്കാം. മറ്റേ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പറയുന്നതിനേക്കാളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പറയുകയാണെങ്കിൽ ഇനീഷ്യൽ ഒരു 1 മന്തിൽ ഷെഡ് ഓഫ് കഴിഞ്ഞ് 6 മന്ത് കഴിഞ്ഞ് ഏകദേശം 50% റിസൾട്ട്. ഒരു 1 ഇയർ കഴിഞ്ഞാൽ നമ്മളൊരു 2000 അല്ലെങ്കിൽ 2500 3000 ഗ്രാഫ്റ്റ് വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഗ്രാഫ്റ്റ് 2-3 മുടി എന്ന് കണക്കുകയാണെങ്കിൽ ഏകദേശം 5000 ഹെയർസ് എന്തായാലും 1 ഇയർ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് പുതുതായിട്ട് അവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. ആ രീതിയിലുള്ള ചേഞ്ചസ് ഈ രീതിയിൽ കാണുന്ന രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയുന്നത് വോളിയം കുറവ്, നമ്മുടെ തലയോട്ടി കാണുക, ആ അവസ്ഥയിൽ സാധാരണ സ്ത്രീകളിൽ മുടി പിന്നുന്ന ഏരിയ, അതായത് പാർട്ട് ചെയ്യുന്ന ഒരു ഏരിയ വിസ്തൃതി വരുന്ന ഒരവസ്ഥയാണ്. അതിന് ഹോർമോണൽ ചേഞ്ചസുമായിട്ട് റിലേഷനുണ്ട്, നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധമുണ്ട്, മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ക്ലിനിക് ബേസ്ഡ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്സുകളുണ്ട്. അതുകൂടാതെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള കാര്യങ്ങൾ അറ്റ കൈയായിട്ടോ അല്ല അവസാന കൈയായിട്ടോ ചെയ്യാവുന്നതുമാണ്. That's all. Thank you.